കണ്ണൂരിലെ മലയോര മേഖലകളിലും ശക്തമായ മഴയാണ്. ആലക്കോട്, തളിപ്പറമ്പ്, ചെറുപുഴ, ശ്രീകണ്ഠാപുരം, ഇരിട്ടി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ശക്തമായ മഴ പെയ്യുന്നത്. ശ്രീകണ്ഠാപുരം കാഞ്ഞിലേരിയിൽ തൂക്കുപാലം തകർന്നു. തളിപ്പറമ്പ് കുപ്പത്ത് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നിടത്ത് വീണ്ടും മണ്ണിടിച്ചിൽ ഭീഷണി. മണ്ണും ചെളിയും കുത്തിയൊലിച്ച് ജനവാസ മേഖലയിലേക്ക് എത്തുകയാണ്. അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, വലിയ മഴയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. തൂക്കുപാലം തകർന്നത് എവിടെയാണ്? എന്താണ് വിവരങ്ങൾ? മാധു, കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലകളിലാണ് ശക്തമായ മഴ പെയ്യുന്നത്. നഗരമേഖലകളിലും മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ശക്തമായ മഴ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീകണ്ഠാപുരം, ആലക്കോട്, തളിപ്പറമ്പ്, ചെറുപുഴ, ഇരിട്ടി, കൊട്ടിയൂർ തുടങ്ങിയിട്ടുള്ള മലയോര മേഖലകളിലാണ്. ഈ ശ്രീകണ്ഠാപുരം കാഞ്ഞിലേരിയിൽ അലക്സ് നഗറിൽ തൂക്കുപാലം തകർന്നിരുന്നു. അത് ഒരു വലിയ മരം കടപുഴകി തൂക്കുപാലത്തിന് മുകളിൽ വീണതാണ് ഈ തൂക്കുപാലം തകരാൻ കാരണമായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശക്തമായ കാറ്റിലാണ് മരം കടപുഴകിയത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. ജനങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പാലമല്ല, പക്ഷെ അതുവഴി ഇപ്പോഴും ആളുകളൊക്കെ സഞ്ചരിക്കാറുണ്ട്. പക്ഷേ തൊട്ടടുത്ത് തന്നെ പുതിയൊരു പാലം വന്നതോടുകൂടി തന്നെ പ്രധാനമായും ജനങ്ങൾ ആശ്രയിക്കുന്നത് ആ റോഡ് മാർഗമുള്ള അല്ലെങ്കിൽ ആ പ്രധാനപ്പെട്ട പാലമാണ്. തൂക്കുപാലത്തിലൂടെ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ കടന്നു പോകാറുള്ളൂ. അതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത് എന്നുള്ളതാണ് പ്രദേശവാസികളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തളിപ്പറമ്പ് കുപ്പത്ത് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നിടത്ത് മണ്ണിടിച്ചൽ ഭീഷണി ഇപ്പോഴും തുടരുന്നു. ശക്തമായ മഴയുണ്ടായ പശ്ചാത്തലത്തിൽ അവിടെ മണ്ണും ചെളിയുമൊക്കെ കുത്തിയൊലിച്ചുകൊണ്ട് ജനവാസ മേഖലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അവിടെയുള്ള പ്രദേശവാസികൾ കഴിഞ്ഞ മഴക്കാലത്ത് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ്. അവിടെ ഈ ദേശീയപാതയുടെ പണി നടക്കുന്ന ഭാഗത്ത് ഒരു മലയുടെ ചെരിവ് അങ്ങനെ തന്നെ അവിടെ നിന്ന് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എടുത്തുകൊണ്ടുപോയതാണ്. അതിൻ്റെ ഒരു ഭാഗം അങ്ങനെ തന്നെ ഇടിഞ്ഞ് താഴേക്ക് വീഴുകയും അവിടെ നിരവധിയായിട്ടുള്ള വീടുകൾക്ക് വലിയ രീതിയിലുള്ള ഭീഷണി ഉണ്ടാവുകയും ചെയ്തതാണ്. ഇപ്പോഴും മഴ പെയ്യുമ്പോൾ അവിടെ നിന്ന് മണ്ണും ചെളിയുമൊക്കെ കുത്തിയൊലിച്ചുകൊണ്ട് ജനവാസ മേഖലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അവിടെയുള്ള പ്രദേശവാസികളൊക്കെ പറയുന്നത്. അവർ പറയുന്നത് കഴിഞ്ഞ മഴക്കാലത്ത് വലിയ പ്രതിഷേധമൊക്കെ നടത്തിയതാണ്. ആ സമയത്ത് സബ് കളക്ടറും അതുപോലെ തന്നെ തഹസിൽദാറും ഒക്കെ സ്ഥലത്തേക്ക് എത്തുകയും വലിയ ഉറപ്പുകളും തങ്ങൾക്ക് ലഭിച്ചതാണ്. പക്ഷേ ഒരു വർഷം കഴിയുമ്പോൾ ഈ മഴ പെയ്ത് തുടങ്ങാൻ വേണ്ടി പോകുന്ന ഈ ഘട്ടത്തിൽ പോലും ഒരു തരത്തിലുമുള്ള പരിഹാര നടപടികളും അവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പോൾ മഴ പെയ്ത സാഹചര്യത്തിൽ അവിടെ മണ്ണും ചെളിയുമൊക്കെ കുത്തിയൊലിച്ചുകൊണ്ട് അവരുടെ വീട്ടുവരാന്തയിലേക്ക് പോലും എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ഉടനടി തന്നെ അതിനൊരു പരിഹാരം വേണമെന്നുള്ള ആവശ്യം കൂടി അവിടെയുള്ള പ്രദേശവാസികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ആളപായം മലയോര മേഖലയിൽ വ്യാപകമായ മഴയുണ്ടാവുകയാണ്. ശ്രീകണ്ഠാപുരം, തളിപ്പറമ്പ്, ആലക്കോട് മേഖലകളിലൊക്കെ കനത്ത മഴയാണ്. കുപ്പത്ത് മണ്ണിടിച്ചിൽ ഭീഷണിയുമുണ്ട് എന്നുള്ളതാണ് വിവരം. അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.